കുട്ടനാടൻ സംസ്കാരവും പാരമ്പര്യവും പുതുതലമുറയ്ക്ക് പകർന്നു നൽകണമെന്ന് അമ്പലപ്പുഴ MLA സലാം പറഞ്ഞു. കുട്ടനാടൻ ഫെസ്റ്റിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അഡ്വക്കേറ്റ് പ്രദീപ് കുട്ടാല ചടങ്ങിൽ അധ്യക്ഷനായി. നൂറ്റാണ്ടുകൾ പാരമ്പര്യമുള്ള പൈതൃകവും സംസ്കാരവും നിലനിർത്താനുള്ള ബാധ്യത നമ്മൾ ഏറ്റെടുക്കണമെന്നും കുട്ടനാടൻ സംസ്കാരവും പാരമ്പര്യവും പുതുതലമുറയ്ക്ക് പകർന്നു നൽകുന്നത് നാം ഓരോരുത്തരുടെയും കടമയായി കാണണമെന്ന് അമ്പലപ്പുഴ MLA സലാം അഭിപ്രായപ്പെട്ടു. ജനുവരി 1 മുതൽ പള്ളാത്തുരുത്തി ദർശനപുരം അങ്കണത്തിൽ സംഘടിപ്പിച്ചു വന്ന കുട്ടനാടൻ ഫെസ്റ്റിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ കുട്ടനാടിന്റെ എല്ലാ പ്രത്യേകതകളെയും പുതിയ തലമുറയിലേക്ക് കൺവേ ചെയ്യപ്പെടുക എന്നുള്ളത് ഒരു സുപ്രധാനമായ കാര്യമായി കണക്കിലെടുക്കണം. അതൊരു ജീവിത സംസ്കാരമായി നമുക്ക് നമ്മുടെ പുതിയ തലമുറയ്ക്ക് പകർന്നു വെക്കുക എന്നുള്ളത് ഇന്ന് ജീവിക്കുന്ന നമ്മൾ മുതിർന്ന ആളുകളുടെ ഒരു ഉത്തരവാദിത്വമായി ചുമതലയായിട്ട് നമ്മുടെ ഇന്ത്യയിലേക്ക് വരും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പലപ്പോഴും നമ്മൾ അങ്ങനെ അത് പങ്കുവെക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് എല്ലാവരെയും തിരക്കുപിടിച്ച് ഓടിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് സമയം തികയാതെ ഓടിക്കൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. അത് നമ്മുടെ ഒരു ടോട്ടൽ ലൈഫിലേക്ക് നോക്കിയാൽ കാണാം, വീടിനുള്ളിൽ നോക്കിയാൽ കാണാം, വീടിനകത്തെ ലൈഫ് നോക്കിയാൽ കാണാം, സൊസൈറ്റിയിലേക്ക് നോക്കിയാൽ കാണാം. നമ്മുടെ സമൂഹത്തിൽ ഒരു തലമുറയെ നോക്കിയിട്ട് എന്തെങ്കിലും നെഗറ്റീവായ ഒരു കാര്യം വരുമ്പോ ഈ തലമുറ കുഴം പിടിച്ച തലമുറയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ നമ്മൾ പറയുകയാണ്. പഴയ കുട്ടികളെ പോലും ഇപ്പോഴത്തെ കുട്ടികൾ. കുട്ടനാട് ഇന്റഗ്രൽ ഡെവലപ്മെന്റ് സൊസൈറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രദീപ് കുട്ടാല സമാപന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. ചലച്ചിത്ര താരം ജയൻ ചേർത്തല, പ്രമോദ് വെളിയനാട്, നസീർ പുന്നക്കൽ, PM കുര്യൻ, ബേബി പാറക്കാടൻ, കെ ലാൽജി, പ്രേംസായി ഹരിദാസ്, ജോസ് അക്കരക്കളം, റോജസ് ജോസ്, ജോസ് മാത്യു പുപ്പള്ളി എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ചലച്ചിത്ര താരം ജയൻ ചേർത്തലയ്ക്ക് കലാശ്രേഷ്ഠ പുരസ്കാരം സലാം MLA സമ്മാനിച്ചു. ചലച്ചിത്ര താരവും നാടക നടനുമായ പ്രമോദ് വെളിയനാടിനെയും ചടങ്ങിൽ ആദരിച്ചു.